ഹായ് ഫ്രണ്ട്സ്, മറ്റുള്ളവർ കാണാതെ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ സിഗ്നൽ എങ്ങനെ ഹൈഡ് ചെയ്തു വയ്ക്കാം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ വൈഫൈ ഓണാക്കിയാൽ ആ സ്ഥലത്തുള്ള എല്ലാ വൈഫൈ നെറ്റ്വർക്ക്സും ഈ കാണുന്നത് പോലെ അവൈലബിൾ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതെൻ്റെ ഹോം വൈഫൈ നെറ്റ്വർക്കാണ് ഇതുപോലെ കാണിക്കുന്നത്. ഇത് ആരുടെ ഫോണിൽ വൈഫൈ ഓണാക്കിയാലും കാണാൻ കഴിയും. ഇതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക് അഥവാ വൈഫൈ സിഗ്നൽ നിങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ SSID ഹൈഡ് ചെയ്യാം എന്നാണ്. SSID എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫൈ നെയിമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ വൈഫൈ നെയിം മൈ ഹോം വൈഫൈ 321 ഇതാണ്. അപ്പോൾ എൻ്റെ SSID ഇതാണ്. നിങ്ങളുടെ SSID ഹൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കാകെ ആവശ്യമുള്ളത് ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ പോലൊരു ബ്രൗസറാണ്. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ചെയ്യാൻ കഴിയും, നിങ്ങളുടെ മൊബൈൽ ഫോണിലും ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലാണ്. പക്ഷേ ഞാൻ ഈ കാണിച്ചു തരുന്ന അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഇത് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും അതിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗൂഗിൾ ക്രോം ആണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫയർഫോക്സ് ആവാം, അല്ലെങ്കിൽ എഡ്ജ് ആവാം, ഏതാണെങ്കിലും ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൗട്ടർ സെറ്റിംഗ് അല്ലെങ്കിൽ റൂട്ടർ സെറ്റിംഗ്, ഹൗ യു സേ ഇറ്റ്, ഞാൻ റൗട്ടർ എന്നാണ് പറയാറ്. നമുക്ക് നമ്മുടെ റൗട്ടർ സെറ്റിംഗ് ആക്സസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റൗട്ടർ സെറ്റിംഗ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രൗസറിൻ്റെ ടോപ്പ് സെർച്ച് ബാറിൽ റൗട്ടർ ഡിഫോൾട്ട് IP അടിച്ചിട്ട് എൻ്റർ അടിക്കണം. ഇപ്പോൾ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ടോപ്പ് സെർച്ച് ബാർ ഈ കാണുന്നതാണ്. നിങ്ങളുടെ ബ്രൗസർ ഏതായാലും അതിൻ്റെ ടോപ്പ് സെർച്ച് ബാറിൽ തന്നെ ഇതടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 99% കൺസ്യൂമർ ഗ്രേഡ് റൗട്ടേഴ്സിൻ്റെയും ഡിഫോൾട്ട് IP എന്ന് പറയുന്നത് 192.168.1.1. നിങ്ങളുടെ റൗട്ടേഴ്സും അത് തന്നെയായിരിക്കും ഡിഫോൾട്ട് IP. ഇതടിച്ചതിന് ശേഷം എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ചാൽ കാണാം ഒരു ലോഗിൻ പേജ് വന്നു. ഇത് നിങ്ങളുടെ റൗട്ടർ ലോഗിൻ പേജാണ്. ഇവിടെ നിങ്ങളുടെ റൗട്ടർ പാസ്വേഡും യൂസർ നെയിമും അടിക്കണം. നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡും യൂസർ നെയിമും അല്ല അടിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്കെങ്കിലും അവരുടെ റൗട്ടേഴ്സിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡും യൂസർ നെയിമും എന്താണെന്ന് അറിയില്ലായിരിക്കും. സാധാരണയായിട്ട് റൗട്ടേഴ്സിൻ്റെ ഫാക്ടറി ഡിഫോൾട്ട് പാസ്വേഡും യൂസർ നെയിമും എന്ന് പറയുന്നത് അഡ്മിനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൗട്ടറിൻ്റെ പാസ്വേഡും യൂസർ നെയിമും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഗിൻ പേജിൽ യൂസർ നെയിമായിട്ട് അഡ്മിൻ അടിക്കുക, അതേപോലെ പാസ്വേഡായിട്ടും അഡ്മിൻ അടിച്ചതിന് ശേഷം ലോഗിൻ അമർത്തി നോക്കുക. മിക്കവാറും നിങ്ങൾക്ക് റൗട്ടർ ആക്സസ് ചെയ്യാൻ പറ്റും. അഥവാ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അവരുടെ ടെക്നീഷ്യന്മാരുണ്ടാവും. എൻ്റെ വീട്ടിലിപ്പോൾ കേരള വിഷൻ്റെ നെറ്റാണ്. ഇവിടെ നെറ്റൊക്കെ സെറ്റ് ചെയ്ത് തരുന്ന ഇവിടുത്തെ ലോക്കൽ കേബിൾ സർവീസാണ്. അവരുടെ ടെക്നീഷ്യന്മാരുമാണ്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് സെറ്റ് ചെയ്ത് തന്ന ടെക്നീഷ്യന്മാരാരാണോ അവരോട് വിളിച്ച് ചോദിക്കുക, എൻ്റെ റൗട്ടറിൻ്റെ പാസ്വേഡും യൂസർ നെയിമും എനിക്ക് വേണം. അപ്പോൾ അവരതെന്തായാലും പറഞ്ഞു തരേണ്ടതാണ്. കാരണം റൗട്ടർ നിങ്ങളുടേതാണ്. ഈ റൗട്ടറിൻ്റെ പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മാക് അഡ്രസ്സ് ഫിൽട്ടർ ചെയ്യാൻ, അതേപോലെ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ വൈഫൈ ഹൈഡ് ചെയ്യാനൊക്കെ റൗട്ടർ പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാൻ പോവാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പണായി. ഈ ഒരു റൗട്ടർ സെറ്റിംഗ് പേജ് റൗട്ടറിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് മാറും. പക്ഷേ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏത് റൗട്ടർ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും സെയിം ആണ്. നമ്മുടെ വൈഫൈ ഹൈഡ് ചെയ്യാനായിട്ട് ആദ്യം ഈ പേജിൽ എവിടെയാണ് വൈഫൈ സെറ്റിംഗ്സ് എന്ന് കണ്ടുപിടിക്കണം. വൈഫൈ വരുന്നത് ഈ നെറ്റ്വർക്ക് ടാബിൻ്റെ താഴെയായിട്ടാണ്. ഇതാണ് നെറ്റ്വർക്ക് ടാബ്. അപ്പോൾ നെറ്റ്വർക്ക് ടാബ് ക്ലിക്ക് ചെയ്യാം. നെറ്റ്വർക്ക് ടാബ് ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയ കുറച്ച് സെറ്റിങ്സ് ആയിട്ടുള്ള ടാബ്സ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ WLAN കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ടാബാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. WLAN എന്ന് പറയുന്നത് വയർലെസ് ലാൻ കോൺഫിഗറേഷൻ. WLAN ക്ലിക്ക് ചെയ്താൽ വയർലെസ്സിൻ്റെ സെറ്റിങ്സ് ആണ് ഓപ്പൺ ആയി വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ സെറ്റിങ്സ് ആണ് WLAN ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ ആയി വന്നത്. വയർലെസ് സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൈഡ് SSID എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. വയർലെസ് സെറ്റിംഗ്സ്
അതിൻ്റെ കീഴായിട്ട് ഹൈഡ് SSID, അതൊരു ചെക്ക് ബോക്സ് ആണ്. ഇതിൽ ഹൈഡ് SSID എന്ന് പറയുന്നത് ടിക്ക് ഇടണം. ടിക്ക് ഇട്ടതിന് ശേഷം സേവ് അടിച്ചാൽ നിങ്ങളുടെ വൈഫൈ സിഗ്നൽ ഹൈഡ് ആവും. save/apply എന്ന് പറയുന്ന ഈ ബട്ടൺ അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ വൈഫൈ സെറ്റിങ്സിൽ മുകളിലായിട്ട് കാണാം SSID എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. അതാണ് SSIDയുടെ നേരായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ബോക്സ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് ഒരു SSID ഉണ്ടാക്കണം. SSID എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ വൈഫൈയുടെ നെയിമാണ്. അപ്പോൾ എൻ്റെ വൈഫൈ നെയിം മൈ ഹോം വൈഫൈ 321 എന്നാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് SSID എന്ന് പറയുന്ന ബോക്സിൽ അടിച്ച് കൊടുത്തതിന് ശേഷം താഴെ പോയിട്ട് ഹൈഡ് SSID എന്ന് പറയുന്ന ടിക്ക് ബോക്സിൽ ടിക്ക് ഇടുക. അതിനുശേഷം save/apply ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വൈഫൈ ഹൈഡ് ആവും. SSID പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും എഴുതി വെക്കാൻ മറക്കരുത്. കാരണം SSID അറിഞ്ഞാലേ നമുക്ക് വൈഫൈ സിഗ്നൽ ഹൈഡ് ആയതിനു ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ സോ ഇതൊക്കെ ചെയ്തതിന് ശേഷം save/apply ക്ലിക്ക് ചെയ്യാം. ഞാൻ save/apply എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ വൈഫൈ സിഗ്നൽ ഹൈഡ് ആയിട്ടുണ്ട്. ബേസിക്കലി ഇത്രയുള്ളൂ പരിപാടി. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് 2 കാര്യം കൂടെ കാണിച്ചു തരണമെന്നുണ്ട്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D-Link അതേപോലെ TP-Link ബ്രാൻഡുകളിൽ വരുന്ന റൗട്ടേഴ്സിൻ്റെ സെറ്റിങ്സ് പേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഹൈഡ് ചെയ്തെടുക്കുന്ന വൈഫൈയിൽ നമുക്കെങ്ങനെ ലോഗിൻ ചെയ്യാം എന്നാണ്. അത് ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ എങ്ങനെയാണ് ഈ ഹൈഡ് ചെയ്തെടുക്കുന്ന എൻ്റെ വൈഫൈയിൽ ലോഗിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊരു D-Link റൗട്ടറിൻ്റെ സെറ്റിങ്സ് പേജ് സ്ക്രീൻഷോട്ടാണ്. D-Link റൗട്ടറിൽ നിങ്ങളുടെ വൈഫൈ ഹൈഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ വയർലെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യണം. ഈ കാണുന്ന പോലെ വയർലെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ് നെറ്റ്വർക്ക് സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. അവിടെ താഴെ നോക്കിയാൽ കാണാം വയർലെസ് നെറ്റ്വർക്ക് നെയിം അഥവാ SSID. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് പുതിയൊരു SSID അടിച്ചു കൊടുക്കാം, അതായത് നിങ്ങളുടെ വൈഫൈ നെയിം. അതിനുശേഷം വൈഫൈ ഹൈഡ് ചെയ്യാനായിട്ട് വിസിബിലിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ചെന്നിട്ട് ഇൻവിസിബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഈ സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ ഇൻവിസിബിൾ ആണ് സെലക്ട് ആക്കി എടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ താഴെ അപ്ലൈ അല്ലെങ്കിൽ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്ക് ഹൈഡ് ആവും. ഇതൊരു TP-Link റൗട്ടറിൻ്റെ സെറ്റിംഗ്സ് പേജാണ്. മുമ്പത്തെ പോലെ തന്നെ TP-Link റൗട്ടേഴ്സിലും വൈഫൈ ഹൈഡ് ചെയ്യാനായിട്ട് ആദ്യം വയർലെസ് സെറ്റിങ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ വയർലെസ് എന്ന് പറയുന്നൊരു ടാബിൻ്റെ കീഴായിട്ടാണ് വയർലെസ് സെറ്റിങ്സ് വരുന്നത്. ആ വയർലെസ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ വയർലെസ് സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. അവിടെ SSID ചേഞ്ച് ചെയ്യാനായിട്ട് വയർലെസ് നെറ്റ്വർക്ക് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ വൈഫൈ നെയിം കൊടുക്കേണ്ടത്. അത് ഇവിടെ കൊടുക്കാം ഈ ബോക്സിലായിട്ട്. താഴെ നോക്കിയാൽ എനേബിൾ SSID ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ SSID ആൾക്കാർക്ക് കാണുന്നത് എനേബിൾ ആക്കണമെന്ന്. ഈ ബോക്സ് നിങ്ങൾ അൺടിക്ക് ചെയ്ത് എടുക്കണം, എന്നാലേ വൈഫൈ ഹൈഡ് ആകത്തുള്ളൂ. സോ ഇങ്ങനെയാണ് TP-Link റൗട്ടേഴ്സിൽ നമ്മൾ വൈഫൈ ഹൈഡ് ചെയ്യുക. മറ്റേത് ബ്രാൻഡ് റൗട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും വൈഫൈ ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞെന്ന സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ആദ്യം തന്നെ റൗട്ടർ സെറ്റിങ്സിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം വയർലെസ് സെറ്റിങ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം SSID ചേഞ്ച് ചെയ്യുക. SSID ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ ഗായ്സ്, ഇതെൻ്റെ ഫോണാണ്. നമ്മൾ ഹൈഡ് ചെയ്തു വെച്ച വൈഫൈയിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ പാനൽ താഴോട്ട് എടുക്കണം. അവിടെ വൈഫൈ ഉണ്ടാവും. വൈഫൈ പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ വൈഫൈ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വൈഫൈ ഓൺ ആക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, സാധാരണഗതിയിൽ നമ്മൾ വൈഫൈ ഓൺ ആക്കിയാൽ ചുറ്റുമുള്ള വൈഫൈ സിഗ്നൽസൊക്കെ സ്കാൻ ചെയ്തിട്ട് ഫോൺ അതിൽ കാണിക്കും. ഇപ്പം എൻ്റെ വീട്ടിലെ വൈഫൈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം വൈഫൈ സിഗ്നൽസ് ഒന്നും കാണിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആര് വന്നിട്ട് വൈഫൈ ഓൺ ആക്കിയാലും വൈഫൈ സിഗ്നൽ കാണാൻ പറ്റില്ല. വൈഫൈ ആഡ് ചെയ്യാനായിട്ട് ആഡ് നെറ്റ്വർക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് ആഡ് നെറ്റ്വർക്ക് അടിക്കാം. അപ്പോൾ ആദ്യം ചോദിക്കുക നെറ്റ്വർക്ക് നെയിം എന്ന് പറഞ്ഞാൽ SSID, അതായത് വൈഫൈ നെയിം. എൻ്റെ വൈഫൈ നെയിം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മൈ ഹോം വൈഫൈ 321 എന്നാണ്. മൈ ഹോം വൈഫൈ 321. ഞാൻ അത് അവിടെ അടിച്ചു കൊടുത്തു. സെക്യൂരിറ്റി, ഒരുവിധം എല്ലാ പുതിയ റൗട്ടേഴ്സിലും സെക്യൂരിറ്റി WPA2 ആയിരിക്കും. അത് ടാപ്പ് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ഇട്ടുണ്ട്. അതിനുശേഷം പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ റൗട്ടറിൻ്റെ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് എന്താണോ അത് ഇവിടെ അടിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് അടിക്കാൻ പോവുകയാണ്. ഞാൻ പാസ്വേഡൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി താഴെ നോക്കിയാൽ കാണാം സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. സേവ് ടാപ്പ് ചെയ്യാം.
2 സെക്കൻഡ് എടുക്കും. സേവ് ടാപ്പ് ചെയ്തപ്പോൾ അതേ നെറ്റ്വർക്ക് കാണിച്ചു. ഇതുവരെ കാണിച്ചിട്ടുണ്ടായില്ലായിരുന്നു. ദേ ചെക്ക്. ഓക്കെ, കണക്റ്റഡ്. നമ്മുടെ വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കിട്ടും. ഈ ഫോണിൻ്റെ മുകളിൽ കാണാം വൈഫൈയുടെ സിഗ്നലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ടിപ്സും ട്രിക്സും ട്യൂട്ടോറിയൽസും ഒക്കെ ഞാൻ ഡെയിലി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ അറിയാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ആ ബെല്ലൈക്കോണും കൂടെ അമർത്തിയാൽ മതി. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ബൈ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.